സഹി കെട്ടിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് ഇപ്പൊ നമ്മ അടിയന്തരമായിട്ട് അവിടെ വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ ജനകീയ സമര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ജനകീയ സമര യോഗത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമിതിയുടെ ഒരു തീരുമാനത്തിലും അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. സമരം ശക്തമാക്കി ഈ ഹൈവേയിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കാൻ വേണ്ടി തന്നെ എറണാകുളം ഭാഗങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. നമസ്കാരം. 2 പതിറ്റാണ്ടായി വൈപ്പിൻ എടവനക്കാട് നിവാസികൾ അനുഭവിക്കുന്ന ദുരിതമാണ് രൂക്ഷമായ കടൽക്ഷോഭം. വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നതോടൊപ്പം ജീവനും സുരക്ഷിതത്വമില്ല ഇവിടത്തുകാർക്ക്. ചെല്ലാനം മോഡൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരമുഖത്താണ് ഇവിടത്തുകാർ. ഇന്ന് കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പ് നൽകാൻ കളക്ടർക്ക് കഴിഞ്ഞില്ല. സമരം ശക്തമായി തുടരുമെന്നാണ് സമരസമിതിയുടെ നിലപാട്. ഇനി മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇന്നാട്ടുകാരുടെ പ്രതീക്ഷ. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. എന്ന് തീരും എടവനക്കാട്ടെ ദുരിതം? ഇന്ന് ചർച്ച പരാജയപ്പെട്ടു, ചർച്ച തൃപ്തികരമല്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുള്ള പ്രതികരിച്ചു. സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സമരസമിതിയുടെ നിലപാട്. എടവനക്കാട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് എസ് ശ്യാംകുമാർ തത്സമയം. ശ്യാം, ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ കളക്ടർക്ക് ഒരു ഉറപ്പും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവർ സമരമുഖത്താണ്. ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നമ്മൾ കണ്ടതുമാണ്. അത്രയും അടിയന്തരമായൊരു ഇടപെടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സ്വത്തിനും ജീവനും ഒന്നും സുരക്ഷിതത്വമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇവർ നടത്തുന്ന സമരത്തിൽ കളക്ടർക്കൊന്നും പറയാനില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഇന്ന് സംഭവിച്ചത് എന്താണ് ചർച്ചയിൽ? അനുജ, ഈ നാട് ഒന്നാകെ സമരം ചെയ്തു തുടങ്ങിയിട്ട് അത് ഇന്നോ ഇന്നലെയോ അല്ല. കാരണം ഈ തീരത്തിന്റെ അതിജീവനത്തിന് വേണ്ടിയും ആ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവർ കുറെ നാളുകളായി അധികാരികളോട് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടാതിരുന്നതോടെയാണ് അവർ സമരവുമായി രംഗത്തിറങ്ങേണ്ടി വന്നത്. ഒരു നാടിന്റെ ആകെ സമരത്തിനാണ്, പ്രതിഷേധത്തിനാണ് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നമ്മളിവിടെ കണ്ടത്. കാരണം അവരുടെ വീടുകളിലും അധ്വാനിച്ചുണ്ടാക്കുന്ന ആ വസ്തുക്കളെല്ലാം കടലെടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി, വീട് ഉറപ്പില്ലാത്തൊരു സ്ഥിതി, അങ്ങനെ ആ നാടൊന്നാകെ സമരത്തിൽ എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് കളക്ടറുമായി ചർച്ച നടത്തിയപ്പോഴും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. 4-ാം തീയതി വരെ കാത്തിരിക്കണമെന്നുള്ളതാണ് കളക്ടർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ നാട്ടുകാർ മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ട്, ഇന്നിവിടെ ഉണ്ട്, ആ എടവനക്കാടുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇന്ന് കളക്ടറുമായിട്ടുള്ള ചർച്ച തൃപ്തികരമായിരുന്നു? ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ച പൂർണ്ണ പരാജയമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം ടെട്രോപാഡ് ഉപയോഗിച്ച് സീവാളും പുലിമുട്ടും നിർമ്മിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു ഡിമാൻഡ് 46 ലക്ഷം രൂപയ്ക്ക് ജിയോ ബാഗ് വെച്ച് തരാമെന്നാണ്. മുൻകാലങ്ങളിൽ ഇതേപോലെ തന്നെ 30, 35, 40 ലക്ഷം രൂപക്കൊക്കെ ജിയോ ബാഗിൻ്റെ മണൽവാട നിർമ്മിച്ചിട്ട് ഈ മണൽവാട മുഴുവൻ തന്നെ തോടുകളിൽ പോയി കിടക്കുകയാണ്. കാരണം അത്ര അടുത്തുനിന്ന് വെള്ളം അടിച്ച് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ഈ സാധനം പറന്നു. ജിയോ ബാഗിനോട് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. അപ്പം ഞങ്ങൾ അവസാന നിമിഷം ഒരു കാര്യം എന്നുള്ള നിലക്ക് ആ തേഞ്ഞു പോയിരിക്കുന്ന സീവാളിൻ്റെ ഭാഗത്ത് കരിങ്കല്ല് ഉപയോഗിച്ച് തൽക്കാലം അത് പുനർനിർമ്മിക്കാൻ പറഞ്ഞു. ആ 46 ലക്ഷം രൂപക്കുള്ളത് ചെയ്താൽ മതി, എത്ര ആണെങ്കിലും അതിനുള്ള ചെയ്യാൻ പറഞ്ഞു. അതിന് പോലും തയ്യാറാകേണ്ടാണ് ഞങ്ങളോട് ചർച്ച പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞൊരു കാരണമുണ്ട്. 1-ാം തീയതി ഇതേപോലെ തന്നെ റവന്യൂ അസംബ്ലി കൂടുന്നുണ്ട്. റവന്യൂ അസംബ്ലിയിൽ നമ്മുടെ കാര്യം മന്ത്രിയും MLA കൂടി മന്ത്രിനെ ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പം 4-ാം തീയതി വരെ തൽക്കാലം നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം. ഒരു ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ഈ ഹർത്താൽ ഇവിടെ 4 മണിക്ക് അവസാനിപ്പിക്കാൻ ഒരു തീരുമാനത്തിലേക്കാണ് സമരസമിതിയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും കൂടിയുള്ള ചർച്ചയിൽ തീരുമാനത്തിലെത്തിയേക്കണം. താൽക്കാലികമായിട്ട് സമരം നിർത്തുന്നത്. പക്ഷെ 4-ാം തീയതി ഞങ്ങൾക്ക് അനുകൂലമായ നല്ലൊരു തീരുമാനം കിട്ടിയില്ലെങ്കിൽ 5-ാം തീയതി മുതൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചുകൊള്ളുകയാണ്. ഈ ജിയോ ബാഗ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് കടലിൽ കൊണ്ട് മണ്ണ് കലക്കുന്ന പരിപാടിയല്ലേ? അതൊരു നാടിന് അംഗീകരിക്കാൻ പറ്റുമോ ഇവിടെ? തീർച്ചയായിട്ടും ഇത് വർഷങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് മറ്റേ നാട്ടുഭാഷയിൽ പറയുന്നുണ്ടെങ്കിൽ എന്താണ് വർഷം തോറും നടത്തിയിരുന്ന ഒരു ചടങ്ങായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയും പകലും ഒക്കെ ആയിട്ട് എന്താണ് അസുഖമായിട്ട് കിടക്കുന്ന വികലാംഗരായിട്ടുള്ള വളരെ പ്രായമായുള്ള കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് സ്ട്രക്ചറിലും ഒക്കെ പോകുന്ന അവസ്ഥകളാണ്. ഇതെല്ലാ കൊല്ലങ്ങളും മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതുപോലെ ചില ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുണ്ട് ടെട്രോപാഡിന് പകരമായിട്ട് ഇതുപോലെ ജിയോ ബാഗ്
ബാഗുകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ജിയോ ബാഗുകളുടെ ഇപ്പോൾ പറഞ്ഞില്ലേ, അടുത്തുള്ള ചെമ്മീക്കെട്ടിലേക്ക് വന്നിട്ട് അവിടെ പ്രചരണം പോലും നടക്കുന്നില്ല. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും വിജയം കാണുന്നത് വരെ എല്ലാ വർഷവും സമരം നടത്തും. ഇതുപോലെ ജനപ്രതിനിധികൾ ചില ഉറപ്പുകൾ തരും, അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജനപ്രതിനിധികളെ അനുസരിക്കും. ഇതിപ്പോൾ തന്നെ ജനാധിപത്യപരമായ സമരമാണ്, ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം, അതായത് ഭരണഘടന നൽകുന്നത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. ഈ പാർപ്പിടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളോട് അതിന് സുരക്ഷ നൽകണമെന്ന് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളോട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തോട് മുഖം തിരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഇന്ന് ഈ വൈപ്പിങ്കരയിൽ നിൽക്കുന്ന സമരം നഗരത്തെ മൊത്തം സ്തംഭിപ്പിച്ചുകൊണ്ട് അതിനുള്ള ആൾബലവും സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ കക്ഷിഭേദമന്യേ മതസംഘടനകളും ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളും മസ്ജിദ് കമ്മിറ്റികളും മുഴുവൻ ചേർന്നുകൊണ്ട് ഈ വൈപ്പിങ്കരയിലെ ജനങ്ങളെ മുഴുവൻ ഒത്തൊരുമിച്ചുകൊണ്ട് ശക്തമായ സമര പ്രക്ഷോഭണം ഞങ്ങൾ വിജയിക്കുന്നത് വരെ സമരം ചെയ്ത് മാത്രമേ ഞങ്ങൾക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത്. ഈ സമരം നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ ഇവിടെ വലിയ രീതിയിൽ വന്നു, ഒരുമിച്ച് നിന്നു, ഈ നാട് ഒന്നിച്ച് നാടിന്റെ ആവശ്യം പറഞ്ഞു. പക്ഷെ അപ്പോഴും ജില്ലാ ഭരണകൂടത്തിന് ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ വീട് പോകുന്നു, നിങ്ങൾ അന്നന്ന് അധ്വാനിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ പോകുന്നു, നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് ഇറങ്ങി ഓടേണ്ട സ്ഥിതി വരുന്നു, ഇതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിൽ, അതായത് ഇന്നലെ രാവിലെ മുതൽ നമ്മൾ ആരംഭിച്ച നമ്മളുടെ പ്രതിഷേധ യോഗം നമ്മൾ വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ആ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചത് ബഹുമാനപ്പെട്ട കളക്ടർ നമ്മളോട് പറഞ്ഞത് രാത്രി അദ്ദേഹം വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അതിലുണ്ടാകുന്ന കാര്യം ഇന്നത്തെ 12 മണിയുടെ മീറ്റിങ്ങിൽ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളന്ന് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1-ാം തീയതി അദ്ദേഹം ഒരു മീറ്റിംഗ്, അവിടെ സ്ഥിരമായിട്ടുള്ള ആ മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തതിന് ശേഷം രാജീവ് മന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയുമായി കണ്ട് ക്യാബിനറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഈ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ജില്ലാ കളക്ടർ അത് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ടെട്രോപാഡിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ മറുപടി അദ്ദേഹം 4-ാം തീയതി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു വിശ്വസനീയമായ മറുപടിയായിട്ട് തന്നെയാണോ? തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പൊ അദ്ദേഹം പറയുന്നത് അതൊരു ഉദ്യോഗസ്ഥനാണ്, അതല്ല അതൊരു മന്ത്രി അല്ല ഒരു ജനപ്രതിനിധിയല്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കേരളത്തിൽ 14 ജില്ല, ആ 14 ജില്ലയിൽ 10 തീരദേശ പഞ്ചായത്തുകളുള്ള ജില്ലകളുണ്ട്. ആ ജില്ലകളിൽ എല്ലാവർക്കും ഇത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ 20 വർഷമായി എടവനക്കാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് സുനാമിയിൽ 5 മരണം സംഭവിച്ച് അന്നു മുതൽ ഇന്ന് വരെ നമ്മുടെ തീരപ്രദേശത്ത് ഒരു കല്ല് പോലും എടുത്തു വെക്കാനായിട്ട് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ആ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് വകുപ്പ് തലങ്ങളിൽ നിന്നും അതിനുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം അത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി അത് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മേൽത്തട്ടുകളിൽ നിന്നുള്ള പ്രേരണ ഉണ്ടാവണം. അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഈ എടവനക്കാട് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഈ മറ്റു 10 തീരദേശ പഞ്ചായത്തുകളെക്കാളെല്ലാം അപ്പുറം എടവനക്കാട് എന്ന് പറയുന്ന നമ്മുടെ ഈ പഞ്ചായത്ത് ഏറ്റവും പ്രയോറിറ്റിയുള്ള പഞ്ചായത്താണ് എന്ന് അവിടെ ബോധ്യപ്പെടണം. അദ്ദേഹം അത് പറയുമ്പോൾ ആ ബോധ്യപ്പെടുത്തലുകളിൽ മറ്റ് പ്രേരണകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഈ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ അത് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ജനപ്രതിനിധി, വൈപ്പിനിൽ നിന്നുള്ള ജനപ്രതിനിധി നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ജനപ്രതിനിധി നിങ്ങളുമായിട്ട് ഈ വിഷയം ഉണ്ടായപ്പോൾ, ഈ സമരം ഉണ്ടായപ്പോഴത്തേക്കും MLA എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? MLA ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 20 വർഷക്കാലമായിട്ട് സുനാമി വന്നതിന് ശേഷം നമ്മുടെ കടൽ ഭിത്തി ഇതുവരെയും മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല. അതിനുശേഷം മെയിൻ്റനൻസ് നടത്താത്തത് തന്നെയല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഈ സുനാമി ഈ IIT പര്യടനം കഴിഞ്ഞതിന് ശേഷം IIT നടത്തിയ പഠനം 12 പുലിമുട്ടുകളാണ്. ആ 12 പുലിമുട്ടുകൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ എടവനക്കാട് സേഫ് സോണിൽ വരും. അപ്പോൾ അത്തരം പരിപാടികൾ മാത്രം, ഈ പുലിമുട്ടിൻ്റെ പരിപാടി മാത്രം ചെയ്താൽ തന്നെ എടവനക്കാട് അതുപോലെ തന്നെ നായരമ്പലം സേഫ് സോണിലേക്ക് വരുന്നതാണ്. ഒരു കുറച്ച് എമൗണ്ട്, അതായത് 1,40,00,000 രൂപക്കാണ് കഴിഞ്ഞ തവണ 2 പുലിമുട്ടുകൾ 6 പുലിമുട്ടുകൾ ഇവിടെ ഇട്ടത്. അതിൽ 2 പുലിമുട്ടുകൾ ഈ പറഞ്ഞ കൂട്ട് 3 പുലിമുട്ടും കൂടി ആ സമയത്ത് കോൺട്രാക്റ്റ് കൊടുത്ത് ഫണ്ട് ഇവിടെ വിനിയോഗിക്കുകയാണെങ്കിൽ ഈ തീരദേശത്ത് ഇത്രയും ജനങ്ങൾ ഈ കുട്ടികളുമായിട്ട് ഈ റോഡ് ഉപരോധത്തിലേക്ക് എത്തുമായിരുന്നില്ല. അപ്പോൾ അത് ഈ നമ്മളുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ തെറ്റായ ഒരു ഭരണരീതിയാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഈ സമരം മുന്നോട്ട് വരേണ്ടി വന്നത് വീടുകൾ തകരുക, അല്ലെങ്കിൽ വീടുകളിലേക്ക് വെള്ളം കയറുക, ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരിക, അങ്ങനെ ഒരു നാട് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായപ്പോഴാണോ നിങ്ങൾ എല്ലാവരും കൂടി സംഘടിച്ചത്? അല്ല, തീരെ സംഭവിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള വീടുകളിൽ വെള്ളം കയറി മണൽ കയറി ആ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥകളായി. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പുറത്തോട്ട് പോകാനല്ലോ, വലിയ ആളുകൾ എങ്ങനെയായാലും വെള്ളം നീന്തി ഒക്കെ പോകുന്നത്. 2 ദിവസത്തെ വെള്ളം 5 ദിവസമാണ് അവിടെ വെള്ളക്കയറ്റം തുടങ്ങിയിട്ട്. ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇന്നും ഈ സമയത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒന്ന് ഞങ്ങൾ എന്താണ് സംഭവിച്ചേക്കണമെന്ന് അന്വേഷിക്കാനായിട്ട് ഒരു ജനപ്രതിനിധി അവിടെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരാളും വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇതിൽ മിനിയാന്ന് ഇത് ഭയങ്കരമായിട്ടുള്ള വെള്ളം കയറ്റം ഉണ്ടായത് കൊണ്ടാണ് അടിയന്തരമായിട്ട് ഞങ്ങൾ റോഡിലേക്ക് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കരകയറി നിൽക്കണമല്ലോ. കാരണം ഈ വെള്ളം കയറുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1 കിലോമീറ്ററോളം കിഴക്കോശമുള്ള വീടുകൾ കംപ്ലീറ്റ് വെള്ളത്തിലായിരിക്കാണ്. കടൽ വെള്ളം കയറിയിട്ട് അവിടെ ഏകദേശം ഒരു 328 വീടുകളുണ്ട് ആ പ്രദേശം മാത്രം. ആ പ്രദേശം മൊത്തത്തിൽ കണ്ണുളക്കെട്ടിന് പടിഞ്ഞാറുള്ള ആ പ്രദേശം മൊത്തത്തിൽ വെള്ളത്തിലാണ്. ആ വീടുകളിലേക്ക് വെള്ളം കയറിയതും അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഒരു അതിർത്തിയല്ല, ഞാനൊരു ചെറിയൊരു പോർഷനാണ് പറഞ്ഞത്, പഴങ്ങാട്. ഇതേപോലെ തന്നെ അണിയിൽ അവിടെ നിന്ന് മുരിപ്പാടം വരെ ഏകദേശം വെള്ളത്തിനടിയിലായൊക്കെയാണ്. കുഴിപ്പള്ളി 1-ാം വാർഡിൻ്റെ ഈ പ്രദേശം ഇവിടെ ഈ 3 1-ാം വാർഡ്, 13-ാം വാർഡ്, 9-ാം വാർഡ് ഈ 3 വാർഡുകളിലാണ് കടലായിട്ട് ബന്ധപ്പെട്ട് കിടക്കണമെങ്കിലും അതിന് കിഴക്കോശമുള്ള വാർഡുകളിലേക്കും ഈ കടൽ വെള്ളം കയറുമ്പോൾ വെള്ളം നിറയാണ്. കാരണം അത്രയും പ്രശ്നങ്ങൾ. കാരണം ഇത് എന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് മാന്യമായ രീതിക്ക് ടെട്രോപാഡ് വെച്ച് പുലിമുട്ട് പണി തരാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരമാണ്. ഈ ചെല്ലാന ഒരു മാതൃകയല്ലേ? ചെല്ലാനത്തെ ടെട്രാപോഡ് വെച്ചപ്പോൾ ഈ പ്രാവശ്യം MLA കയറുന്നുണ്ട്. ഞാൻ ശ്യാമിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ വൈപ്പിൻ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ നമുക്കിപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ KN ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് അറിയാവുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്. ഇടവനക്കാട്ടുകാരുടെ പ്രശ്നമാണത്. 2 പതിറ്റാണ്ടിലേറെയായി അവർ അനുഭവിക്കുന്ന ഒരു ദുരിതമാണത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ അങ്ങേയറ്റമായി മാറി. അതുകൊണ്ട് തന്നെ സമരത്തിലാണ്. അതെല്ലാം താങ്കൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇതിനൊരു പരിഹാരം വേണ്ടേ? തീർച്ചയായിട്ടും ഞാൻ ഇടവനക്കാട് നടന്ന സമരം ശ്രദ്ധയിൽ വരികയുണ്ടായിരുന്നു. നിയമസഭാ സമ്മേളനം നടക്കുകയായിരുന്നു. നിയമസഭാ സമ്മേളനത്തിലായിരുന്നു ഞാൻ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് നിയമസഭാ സമ്മേളനം അവസാനിച്ചത്. കടലാക്രമണത്തിന്റെ ദുരിതങ്ങൾ പേറുന്ന ഒരു മേഖലയാണ് നമ്മുടെ വൈപ്പിൻകര. അതില് 25 കിലോമീറ്ററിന് ഉള്ളിൽ വേണമെങ്കിൽ ഹോട്ട്സ്പോട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം തന്നെയാണ് എടവനക്കാടും അതുപോലെ നായരമ്പലം തുടങ്ങിയ പ്രദേശങ്ങൾ. അപ്പൊ അവിടെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം യഥാർത്ഥത്തിൽ ഇല്ല. കേരളത്തിന്റെ പൊതുവെ 590 കിലോമീറ്ററിലും ഇതുപോലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കടൽ കയറ്റവും ദുരിതങ്ങളുമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു നിയന്ത്രണത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതിനൊരു ശാശ്വതവും അതുപോലെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. അതിന് തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഈ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ കടലിന്റെ ഗതിയും തിരമാലകളുടെ ശക്തിയും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളൊരു പഠനം മദ്രാസ് IIT കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തുകയുണ്ടായി. അത് നമ്മുടെ ജിഡയാണ്, ദ്വീപുകളുടെ വികസനത്തിന് വേണ്ടി രൂപീകരിച്ച ജിഡ. ആ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഏകദേശം 35 ലക്ഷം രൂപ നൽകിക്കൊണ്ട് ആ പഠനം പൂർത്തീകരിച്ച് ആ റിപ്പോർട്ട് ഗവൺമെന്റിന് കൈമാറി. ആ റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടി ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം അത് 230 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ടൂറിസം കമ്പോണൻസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് ആ പദ്ധതി നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏകദേശം 150 കോടി രൂപ മാത്രം ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയായി ചുരുക്കി കേന്ദ്ര ഗവൺമെന്റിന് അത് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വളരെ വേഗം അത് നടപ്പാക്കും. അതില് ചില ഭാഗങ്ങളിൽ പുലിമുട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, ചില ഭാഗങ്ങളിൽ ടെട്രാപാഡ് പറയുന്നുണ്ട്, ചില ഭാഗങ്ങളിൽ നമ്മുടെ ജിയോ ടെക്സ്റ്റൈൽ ട്യൂബ് നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ പല ഘടകങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തീരദേശ വികസന കോർപ്പറേഷൻ ഉണ്ട്,
സംസ്ഥാന സർക്കാരിന്റെ കെ എൻ നിയന്ത്രണത്തിലുള്ള. ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ ഇത് ഈ പഠനത്തെക്കുറിച്ചും പഠന റിപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ പറയുമ്പോഴും നമുക്കറിയാം ഇത് സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നമാണ്. ഇത് ഇന്നോ ഇന്നലെയോ അവർ അനുഭവിക്കാൻ തുടങ്ങിയതുമല്ല. 2 പതിറ്റാണ്ടിലേറെ എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വലിയ കാലയളവാണ്. ഇപ്പോൾ സുനാമി, ഓഖി, അതിനുശേഷം ഉണ്ടാകുന്ന കടലാക്രമണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. സുനാമിയിൽ 5 പേർക്ക് ഇവിടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും. അപ്പോൾ ആ തരത്തിലേക്ക് എത്രയോ കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ നമ്മളിപ്പോഴും ഈ IIT പഠന റിപ്പോർട്ടിനെ കുറിച്ചും അത് ഉടൻ നടപ്പാക്കുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അവർ കേട്ടു തുടങ്ങിയിട്ട് കാലം കുറച്ചായി ശ്രീ ഉണ്ണികൃഷ്ണൻ. ഇല്ല കഴിഞ്ഞ ഗവൺമെന്റാണ് ഈ പഠനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുബായിൽ പോലും വലിയ പ്രളയവും വെള്ളപ്പൊക്കവും ഉണ്ടായി, ബാംഗ്ലൂർ ഉണ്ടായി. ഇപ്പൊ നടന്ന ഈ കടലാക്രമണത്തിന്റെ പ്രശ്നങ്ങള് കോഴിക്കോട്, പൊന്നാനി, നമ്മുടെ ചെല്ലാനം, അല്ലാതെ ഈ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ദുരിതത്തെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഏതെങ്കിലും ദുരന്തത്തെ നമ്മൾ ഇതുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. കാരണം ഇതിവർ സ്ഥിരമായി അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് വേണം. ശാശ്വതമായ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ്. അതിനിപ്പോൾ ഈ നാട്ടുകാർ പറയുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ, ഓരോ തവണയും ഇങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ജനപ്രതിനിധികൾ എത്തും, ഉറപ്പ് നൽകും, പിന്നീട് തിരിഞ്ഞു നോക്കില്ല. വീണ്ടും അടുത്ത തവണയാകുമ്പോൾ ഇതേ പ്രശ്നം. ഇത് ഇങ്ങനെ ഇവർ കണ്ട് മടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ സമരവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ചാനലില് സംസാരിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് തീരവികസന കോർപ്പറേഷന്റെ ചുമതലയുള്ള ഷെയ്ഖ് പരീദ് IAS, അദ്ദേഹം നമ്മുടെ പഴയ ജില്ലാ കളക്ടർ കൂടിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി അതിന്റെ നിർവഹണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ചർച്ചയിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ ശ്രദ്ധാലുക്കളാണ്. തീർച്ചയായും അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുക തന്നെ ചെയ്യും. അത് ഏത് തരത്തിലേക്കാണോ എന്ന് താങ്കൾക്ക് ഇപ്പോൾ പറയാൻ കഴിയുമോ? കാരണം ചെല്ലാനം മോഡൽ വേണം എന്നൊരാവശ്യം, ടെട്രാപോഡ് എന്നുള്ളൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുള്ള DPR ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അനുമതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ അനുമതി കിട്ടുന്നതിന് വേണ്ടി താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്ത് ഇടപെടലുണ്ടാകും? സംസ്ഥാന സർക്കാർ ആ പദ്ധതിക്ക് അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകമായ പദ്ധതിയിൽ കൂടി പെടുത്തി കേന്ദ്ര സഹായത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണത്. അത് നടപ്പാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതായത് ഈ ചെല്ലാനം മോഡൽ എടവനക്കാട് നടപ്പാക്കും. അതിനുള്ള അനുവാദം സർക്കാർ നൽകിയിട്ടുണ്ട്. അനുമതി ഓരോ തീരത്തിനും പ്രത്യേകതകളുണ്ട്. കടലിന്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്, കാറ്റിന്റെ തീവ്രതയ്ക്ക് വ്യത്യാസമുണ്ട്. അത് സംബന്ധിച്ചെല്ലാമുള്ള നിരവധി വർഷങ്ങൾ നടത്തിയ പഠനത്തെ തുടർന്നാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. എടവനക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ പ്രത്യേകതകളും കടലിന്റെ തിരമാലകളുടെ പ്രത്യേകതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ടിട്ട് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ സർക്കാർ അനുവാദം നൽകിയിട്ടുള്ളത് ഇപ്പോൾ എന്തിനാണ്? ഇവരുടെ ആവശ്യം ടെട്രാപോഡ് എന്നുള്ളതാണ്, ചെല്ലാനം മോഡൽ എന്നാണ് ഇവർ പറയുന്നത്. ഇത് ശാസ്ത്രീയമായ പഠനത്തെ തുടർന്നാണ്. ജനങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കില്ലല്ലോ ഓരോ സ്ഥലത്ത്. അതിന്റെ റിപ്പോർട്ട് എല്ലാം ഉള്ളതാണ്, മാധ്യമങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. അപ്പോൾ അത് ചില ഇടങ്ങളിൽ അത് ഏത് തരത്തിലേക്കാണ് താങ്കൾ ഒന്ന് 25 കിലോമീറ്റർ തീരദേശത്തെ തീരം നഷ്ടപ്പെടാതിരിക്കാനും കടലാക്രമണത്തെ ചെറുക്കുന്നതിനുമുള്ള പദ്ധതിയാണ്. അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഏത് തരത്തിലേക്ക്? ഈ ടെട്രാപോഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എന്ന് കൂടി ഒന്ന് ടെട്രാപോഡ് മാത്രമല്ല, ജിയോ ടെക്സ്റ്റൈൽ ട്യൂബ് ഉണ്ട്, പുലിമുട്ടുണ്ട് കേട്ടോ. അതുപോലെ ധാരാളം കാര്യങ്ങൾ അടങ്ങുന്നതാണ് ആ പദ്ധതി പ്രോജക്റ്റ്. ശരി, അപ്പോൾ അത് ഈ വളരെ വേഗം തന്നെ അതിനേക്കുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഉറപ്പുകൂടി താങ്കൾ ഈ ഘട്ടത്തിൽ? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷെയ്ഖ് പരീദ് IAS അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ് അതിന്റെ ചർച്ചകൾക്ക് പോയിരിക്കുകയാണ്. ശരി, അപ്പൊ നിലവിൽ ഈ സമരം നടത്തുന്ന ആളുകളോട് അവരോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? എന്തുറപ്പാണ് താങ്കൾ? അവരുടെ വികാരത്തെ മനസ്സിലാക്കുകയും അവരുടെ വിഷമതകളില് സഹാനുഭൂതിയും എല്ലാം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ ഇത്രയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പറയാൻ എനിക്ക് കഴിയുന്നത്. അതെ, അപ്പൊ അവരോട് പറയാനുള്ള ഉറപ്പ് എന്താണ്? അതുകൂടി അവരോട് പറയാവുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ, എന്റെ ഈ കാലാവധി തീരുന്നതിന് മുമ്പ് കടലാക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നടപടികൾ ഞാൻ സ്വീകരിച്ചിരിക്കും. കാലാവധി കഴിയുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി കാലാവധി കഴിയുന്നതിന് മുൻപ് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. തീർച്ചയായിട്ടും എനിക്കതല്ലേ പറയാൻ കഴിയുള്ളൂ. എന്റെ ഒരു പീരീഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഇതിന് പരിഹാരം ഉണ്ടാക്കാനല്ലേ പറ്റുള്ളൂ.
അത് ഉറപ്പായിട്ടും ചെയ്യും. ശരി, ഇപ്പൊ അടുത്ത ദിവസം ഈ മന്ത്രിയെ കാണാനിരിക്കുകയാണ് സമരം നടത്തുന്ന ആളുകൾ. കൂടാതെ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഫിഷറീസ് മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. അതിൽ കൂടി അവർ പ്രതീക്ഷ അർപ്പിച്ചാണ് നിലവിൽ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ പ്രശ്നത്തിൽ തീർച്ചയായും പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ്. ഇത് നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ ഇറിഗേഷൻ മന്ത്രിയുടെ കൂടി വലിയ സഹായം ഉണ്ടാകേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ പദ്ധതി നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും ചുമതലകളുള്ള ഒരു മേഖലയാണല്ലോ നമ്മുടെ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ. ശരി, വളരെ നന്ദി. ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ MLA, വൈപ്പിൻ MLA ആണ് പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാകും, അതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഒരു IIT പഠന റിപ്പോർട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജിയോ ബാഗ്, ജിയോ ടെക്സ്റ്റൈൽ ട്യൂബ്, പുല്ലിമുട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സ്ഥാപിക്കേണ്ടയിടത്ത് ആ സ്ഥലത്തെ പ്രത്യേകതകൾ നോക്കി അത് സ്ഥാപിച്ചുകൊണ്ടുള്ള പരിഹാരം എന്നതിലേക്കാകും കടക്കുക എന്നതാണ്. ഇതിൽ എന്താണ് സമരസമിതിയുടെ പ്രതികരണം എന്നതൊക്കെ നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക്. നമ്മളിപ്പോൾ എടവനക്കാടെ ജനങ്ങളുടെ ദുരിതമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ രൂക്ഷമായ കടൽക്ഷോഭമാണ്, ജനങ്ങളുടെ വീടുകൾ തകരുന്നു, അവരുടെ ജീവന് സുരക്ഷിതത്വമില്ല. ഇതാണ് അവരുടെ വിഷയം. അവർ സമരമുഖത്താണ്. നിലവിൽ അടുത്ത ദിവസം ഒരു ചർച്ച മന്ത്രിയുമായി നടത്താനിരിക്കുന്നുണ്ട്. അതിൽ അവരുടെ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്യാമിനൊപ്പം അവിടുത്തെ സമരസമിതിയുടെ പ്രതിനിധികളുണ്ട്, കൂടാതെ പ്രദേശവാസികളുമുണ്ട്. ശ്യാം, ഇപ്പോൾ MLA നൽകിയ ഉറപ്പ് അത് അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. അത് അവർ കേട്ടിട്ടുണ്ടാകില്ല. കാരണം ഒരു ITIയുടെ പഠന റിപ്പോർട്ടിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ, അത് ശാശ്വത പരിഹാരം എന്നതിലേക്ക് തന്നെ സർക്കാർ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഇതിന് ശാശ്വത പരിഹാരം കണ്ടിരിക്കുമെന്ന ഉറപ്പ് ഇന്നിപ്പോൾ ന്യൂസ് ഈവനിങ്ങിലൂടെ അദ്ദേഹം നൽകിയിരിക്കുകയാണ്. അത് ജിയോ ടെക്സ്റ്റൈൽ ട്യൂബ്, പുലിമുട്ട്, അതങ്ങനെ ഓരോ ഭാഗത്തെയും പ്രത്യേകത നോക്കി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയായിരിക്കും. അതായത് ജനങ്ങൾ പറയുന്നത് പോലെ മുഴുവൻ ടെട്രാപോഡ് എന്നതിലേക്കല്ല പോകുന്നത്, ടെട്രാപോഡ് വേണ്ടിടത്ത് ആ തരത്തിലേക്ക് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനോടൊക്കെയുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്? നിലവിൽ ഷെയ്ഖ് ഫരീദ് IAS ഈ വിഷയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും ഞാൻ ഈ വിഷയം MLA പറഞ്ഞത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം. പൂർണ്ണമായും ജനങ്ങൾ പറയുന്നത് പോലെയല്ല. IITയുടെ പഠന റിപ്പോർട്ടുണ്ട്, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്ന മുമ്പ് ഈ പദ്ധതി ഇവിടുത്തെ പ്രശ്നം തീർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം നമ്മളുടെ ഇന്നത്തെ ഈ കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്ത ഒരു തീരദേശ മെമ്പറാണ് ഞാൻ. അതായത് നമ്മൾക്കറിയാം, അവർ കളക്ടറുടെ മറുപടി എന്ന് വെച്ചാൽ കേരളത്തിലുള്ള 14 ജില്ലകളിൽ പ്രയോറിറ്റി ക്യാബിനറ്റ് കൂടിയിട്ട് ആർക്ക് കൊടുക്കുന്നു അവർക്ക് ഉള്ള തീരദേശ കോസ്റ്റൽ ഏരിയ അവർ അതിൻ്റെ തീരദേശ ഭിത്തി നിർമ്മിക്കുന്നതിനായിട്ടുള്ള അനുമതി കൊടുക്കും എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരം വന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മനസ്സിലായി ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ MLA അയാൾ KJ മാക്സി, ചെല്ലാനത്തിന്റെ MLA ആ മുന്നിൽ നിന്നുകൊണ്ട് ആ ചെല്ലാനത്തിന്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ട് ആ MLA മുന്നിൽ നിന്ന് അത് സംസ്ഥാന സഭയിൽ, കേരള സഭയിൽ ക്യാബിനറ്റിൽ അതൊരു ചെല്ലാനം പാക്കേജായിട്ട് അവതരിപ്പിക്കുകയും അത് നേടിയെടുക്കുകയോ എന്ന് പറഞ്ഞാൽ ആ MLAയുടെ കഴിവ് തന്നെയാണ്. അതുപോലെ ഒരു MLA നമ്മളുടെ ഇവിടുത്തെ ജനങ്ങൾ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട MLA ആണ്. ആ MLAക്ക് ഇവിടെ പാക്കേജിനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടല്ല ഇവിടെ നടത്തുന്നത്. എന്താണ് ഇവിടെ കൂത്തും കൂടിയാട്ടവും തിരുവാതിരകളിയും ഒപ്പന ഫോക്ക് ഫെസ്റ്റിവലും നടത്തി മതിൽ മുഴുവൻ പെയിന്റ് അടിച്ചു വെച്ചാൽ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ പറ്റുമോ? ജനങ്ങളുടെ ജീവിതം ദുസ്സഹത്തിൽ പോകുന്ന അവസരത്തിലേക്ക് ജനങ്ങൾ ഇതുപോലുള്ള പെയിന്റ് അടിച്ചാൽ നടന്നാൽ മതിയാ ഒരു MLA എന്ന വ്യക്തി? അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന MLA തീർത്തും ഇവിടെയുള്ള ഈ വൈപ്പിങ്കര തന്നെ താരെ അപ്പാടെ അവഗണിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ യഥാധാരണ ഫലമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളും നമ്മുടെ തീരദേശവാസികളടക്കം കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം ഇന്നും ഇന്നലെയുമായിട്ട് ഈ റോഡുകളിൽ കിടന്ന് ഈ സമയം വരെ നടക്കുന്നത്. ഞങ്ങൾക്ക് 1.5 വർഷം എന്ന് പറയുമ്പോൾ MLAയുടെ കാലാവധി കഴിഞ്ഞില്ലേ, പിന്നെ ഇതിൽ എന്തെന്നാ കൂടുതൽ പറഞ്ഞ 1.5 വർഷമല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ ഈ മന്ത്രി സജി ചെറിയ നമുക്ക് ഒരു 56 കോടി നമുക്ക് തീരസദസ്സിൽ വെച്ച് ആ ഒരു എമൗണ്ട് ഞങ്ങൾക്ക് അത് പാസ്സാക്കി തന്നാൽ മതി. വേറെ ഒന്നുമില്ല, ഇതിൽ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് 56 കോടി ക്യാബിനറ്റിൽ ഇപ്പൊ ഈ പറഞ്ഞ ക്യാബിനറ്റിൽ കൂടി തീരുമാനിച്ച് ഞങ്ങൾക്ക് 56 കോടി പാസ്സാക്കിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ മതി. പ്രസിഡന്റ്, ഇപ്പം MLA പറഞ്ഞു, ഈ റിപ്പോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലാവധിക്ക് മുമ്പ് ഈ പ്രശ്നം തീർക്കുമെന്ന് പറഞ്ഞു. അതുവരെ ഇവിടുത്തെ തീരം ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലായിട്ടാണെങ്കിൽ എടവനക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ പകുതി ഭാഗം പടിഞ്ഞാറൻ മേഖല നഷ്ടപ്പെട്ടു. എനിക്ക് പറയാനുള്ളത്, ഞാൻ എടവനക്കാട് പഞ്ചായത്തിന്റെ
അതായത് ഈ ജനപ്രതിനിധി, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ജനപ്രതിനിധി, എൻ്റെ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രത്യേക സാഹചര്യങ്ങൾ മൂലം എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധിയായ ഞാൻ അവിടെ സന്ദർശിച്ച് ഞാൻ എൻ്റെ പഞ്ചായത്തിൽ പ്രത്യേക പ്രമേയം കൊണ്ടുവന്ന് അത് പാസ്സാക്കി അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സബ്മിഷൻ ഇതിനു മുമ്പ് അവതരിപ്പിച്ചു. അതുപോലെ അദ്ദേഹത്തിന് ഈ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയം സബ്മിഷനിൽ കൂടി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ഇവിടെ അദ്ദേഹത്തിന്റെ വിശദീകരണം ഈ വിഷയത്തിൽ IITയുടെ പഠന റിപ്പോർട്ടുണ്ട്, ആ പഠന റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ട് സർക്കാർ എന്നതാണ്. പക്ഷെ ടെട്രാപോഡ് എന്നുള്ള തരത്തിലേക്കല്ല, അത് പലയിടങ്ങളിലെ പ്രത്യേകത നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയോ ടെക്സ്റ്റൈൽ ട്യൂബ് വേണ്ടിടത്ത് അങ്ങനെ, പുലിമുട്ട് അതല്ലാതെയാണെങ്കിൽ അങ്ങനെ, കൂടാതെ ടെട്രാപോഡ് ഉള്ളിടത്ത് അതും ആ തരത്തിലേക്ക് അങ്ങനെ ആ റിപ്പോർട്ട് എന്തോ അതുപടി നടപ്പാക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനോട് അനുമതി ആയിട്ടുണ്ട് എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനോടുള്ള നാട്ടുകാരുടെ പ്രതികരണം. പ്രസിഡന്റ്, MLA പറഞ്ഞത് IITയുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു. എല്ലാ ഭാഗത്തും ടെട്രാപോഡ് എന്നുള്ളതല്ല, അത് ഓരോ തീരത്തെ ഓരോ സവിശേഷതയ്ക്കനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും IIT 18 പുലിമുട്ടാണ്, 15 അല്ല 18 പുലിമുട്ട് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൽ 5 എണ്ണം അശാസ്ത്രീയമായ രീതിയിലുള്ള പുലിമുട്ടുകളാണ് ഇവിടെ വന്നേക്കുന്നത്. അത് ഈ ടെട്രോപാഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുകൂടി ഞങ്ങൾക്ക് അനുവദിക്കണം. 8 കോടി രൂപ ഈ ടെട്രോപാഡും ഈ പുലിമുട്ടും ഒപ്പം വന്നെങ്കിൽ മാത്രമേ എടവനക്കാട് തീരപ്രദേശം നിലനിൽക്കുകയുള്ളൂ. അതുകൂടി ഞങ്ങൾക്ക് ഈ 68 കോടി എന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ട് ചെയ്യാനുള്ളൂ. അദ്ദേഹം വിചാരിച്ചാൽ ഇന്ന് ഞങ്ങളുടെ വൈപ്പിൻ കരയിൽ നിന്നും ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള അദ്ദേഹം ഇന്നും ഞാൻ ജനപ്രതിനിധി, എനിക്ക് വിഷമമുണ്ട്. ഈ വൈപ്പിൻ MLA എന്തുകൊണ്ട് ഇത്രയും വിഷയങ്ങൾ ഇവിടെ നടന്നതുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നില്ല? അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ശ്രദ്ധയിൽപ്പെടുത്തണം. ഞങ്ങളും ജനങ്ങളാണ്, ഞങ്ങളുടെ ജനങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ആ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്വം ഒരുക്കേണ്ടത് ഞങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധി. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് ഇവിടെ നിന്നൊരു കളക്ടറാ, ഞങ്ങൾ ആരും പോണ്ട, അദ്ദേഹത്തിന് അവതരിപ്പിച്ച് അത് നേടിയെടുക്കാൻ സാധിക്കും. അത് നേടിയെടുത്ത് തരാനുള്ള ചങ്കുറ്റം അദ്ദേഹം കാണിക്കട്ടെ. ഇനി അദ്ദേഹത്തിന്റെ കാലാവധി ഉണ്ട്. അതിനു മുമ്പ് ഈ പരിഹാരമൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ ഈ തീരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? തീരെ ഉണ്ടാവൂല. ഈ 1.5 വർഷം ഒന്നും റങ്ങുരങ്ങി പോകാനുള്ള കാലാവധിയല്ല ഈ പറയണത്. ഇതിനു മുൻപ് എന്തോരം ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സീവാൾ ഭിത്തി നിർമ്മാണം തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ് നടത്തേക്കുന്നത്. കാരണം ഈ സീവാൾ ഭിത്തി നിർമ്മാണം നടത്തേണ്ടത് ഇവിടെ നിന്നുള്ള കടലോര നിവാസികളിൽ ആരെങ്കിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം ഈ സീവാൾ ഭിത്തി നിർമ്മാണം നടത്തേണ്ടതെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അവർ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എങ്ങനെയെങ്കിലും സീവാൾ ഭിത്തി നിർമ്മാണം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുലിമുട്ടുകളിൽ ഒന്നും ചെന്ന് നോക്കിയാൽ കാണാം, തേഞ്ഞു മാഞ്ഞു പോയി തീർന്നിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ച പുലിമുട്ട് തേഞ്ഞു മാഞ്ഞു പോയി തീർന്നു. കാരണം പുലിമുട്ട് ഇടേണ്ട രീതിയിലല്ല പുലിമുട്ട് ഇട്ടേക്കണത്. ഇത് അതുപോലെ തന്നെ സുനാമി വന്ന് വീടുകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു വീടിനായി കൊടുത്ത്, ആ വീടിനായി കൊടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒറിജിനൽ വീട്ടിൽ നമ്പർ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പൊ ടെമ്പററി നമ്പറാണ് ഞങ്ങൾക്ക് തന്നേക്കുന്നത്. ആ ടെമ്പററി നമ്പർ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനോ ഒരു ലോൺ എടുക്കാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ്. ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്ന ജനപ്രതിനിധികൾ കൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആരെ വിശ്വസിക്കണം? ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യണം? നേരത്തെ MLA പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ കൂടിക്കാഴ്ച ഇപ്പോൾ തിങ്കളാഴ്ച നടത്താനിരിക്കുന്ന ഫിഷറീസ് മന്ത്രി മാത്രമായി ഒരു കൂടിക്കാഴ്ചയിൽ കാര്യമില്ല. ഇതിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി കൂടിയുള്ളൊരു കൂടിക്കാഴ്ച അനിവാര്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം ഇതിനു മുൻപ് ആ ഭാഗത്തേക്ക് എത്തുകയും ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിശദമായ തലത്തിലുള്ള ചർച്ചകളിലേക്ക് പോയാലേ ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഫലം കാണൂ എന്നുകൂടി MLA പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഫിഷറീസ് മന്ത്രിയുമായിട്ട് നേരത്തെ ചില ചർച്ചകൾ നടന്നിരുന്നു. അദ്ദേഹവുമായിട്ട് മാത്രമല്ല, ഇനി ഇറിഗേഷൻ മിനിസ്റ്ററുമായിട്ടും ഒക്കെ ചർച്ച നടത്തേണ്ടതുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാനെന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ പക്ഷേ ഇങ്ങനെ നീണ്ടു പോവുകയും അത് അവശേഷിക്കുകയും ചെയ്യുകയാണ്. അല്ല, ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള കാര്യം നമുക്ക് അറിയില്ല, ചർച്ച നടത്തേണ്ട. പക്ഷെ നമ്മൾ ഈ ഒരാഴ്ച നടക്കുന്ന ഈ സംഭവം ഭയങ്കര അനിഷ്ട സംഭവമാണ്. നമ്മളുടെ കുട്ടികൾക്ക് പോലും ഈ കുടുംബത്തിൽ നിൽക്കാനോ അല്ലെങ്കിൽ എവിടെ ഇരിക്കാനോ പറ്റില്ല, ഒരു കാര്യങ്ങളും പറ്റുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ MLA ഈ 2 ദിവസമായി ഞങ്ങൾ രാവും പകലുമായിട്ട് നടക്കുന്ന സമരമാണ്. ഇതിൽ MLA വന്ന് നോക്കേണ്ടതാണ്. പുള്ളിയുടെ ജനപ്രതിയാണല്ല, ഇവിടെ നിന്ന് എല്ലാവരും വോട്ട് ചെയ്തല്ല പുള്ളി ജയിച്ചത്. അപ്പൊ ആ MLA ഇവിടെ സ്ഥലത്തെത്തേണ്ടതായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ MLA കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇതിക്ക് മുമ്പ് ഇവിടെ ഏറ്റവും വലിയൊരു സംഭവം നടക്കുന്നത് CR സെറ്റ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഒരുപാട് ആളുകൾ ഭൂമി എടുത്തിട്ടുണ്ട്. 4 സെന്റ് 3 സെന്റ് ഭൂമിയുണ്ട്. അവർക്കൊന്നും വീട് വയ്ക്കാൻ പറ്റില്ല, ആ വീട് വെക്കാനുള്ള അനുമതിയില്ല. ഈ 4 ലക്ഷം രൂപ ലോൺ അനുവദിച്ചിട്ടുണ്ട് CR സെറ്റ് ഈ ലൈഫ് ഇൻഷുറൻസ്.
അതിന്റെ പൈസ പോലും നമുക്ക് പഞ്ചായത്തിന് കിട്ടുന്നില്ല. അവർ ചെന്ന് പറയുന്ന ഡെമോ ഇവിടെ ഈ CRCന്റെ വിഷയമാണ്. ഇവിടെ കുടില് കെട്ടി നമ്മുടെ വില്ലേജിൽ ഒരു ഇത് നടത്തി, കുടില് കെട്ടി വലിയൊരു പ്രതിഷേധം നടത്തത്. ആ MLA പറഞ്ഞത് എനിക്ക് വേറൊരു മുഖമുണ്ട്, അത് നിങ്ങൾ എന്നെ കാണിക്കണമെന്ന് പറഞ്ഞത്. അത് അങ്ങനെയാണോ ഒരു ജനപ്രതിയുടെ ഒരു MLA സംസാരിക്കേണ്ടത്? അതൊന്നുമല്ല. നമ്മൾ ജനപ്രതിയാണ്, ജനങ്ങളെ സേവിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഈ സമരം ഈ രീതിയിൽ ഇനി ഇങ്ങനെ ജനങ്ങൾക്ക് തുടരേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും? സാറേ, ഇതിന്റെ ഇന്ന് ചർച്ചയിൽ ചെന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഫണ്ടില്ല എന്ന് പറയണതാണ്. സർക്കാരിന്റെ ഫണ്ടില്ല, അനുവദിക്കാൻ വേണ്ടിയുള്ള റവന്യൂ വകുപ്പിൽ ഫണ്ടില്ല. ഈ ഫണ്ടില്ല എന്ന് പറയുന്നതിന് മുമ്പാണ് നമുക്കിവിടെ ഒരു ജിഡ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതോറിറ്റി ഉണ്ട്. ഈ നമ്മുടെ വൈപ്പിനടക്കമുള്ള ഐലൻഡുകളെ വികസിപ്പിക്കാൻ വേണ്ടി ഗോശ്രീ ഡെവലപ്മെന്റ് അതോറിറ്റി ആയിട്ട് എടുത്തിരിക്കുന്ന ജിഡ 340 കോടി രൂപയാണ് ജിഡയിൽ കിടക്കുന്നത്. അതിൽ പലിശ കാശ് കൂടി ഇപ്പം 390 കോടിയായി. ഈ ജിഡ എന്ന് പറയുന്നതിൽ ഫണ്ട് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു 60 കോടി രൂപേൻ്റെ അകത്ത് മാറ്റുകയാണെങ്കിൽ ഇവിടെ ഈ കാര്യം നടക്കും. പക്ഷേ അത് ചെയ്യാതെ നമുക്കറിയാവുന്നതുപോലെ വൈറ്റിലെ ഹബ്ബ് പണിയാനായിട്ട് കൊടുത്ത്, കാക്കനാട് സ്റ്റെപ്സ് പണിയാൻ കൊടുത്ത്, വേറൊരു പാലം പണിയാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ വൈപ്പിൻകര എന്ന് പറയുന്ന മുളവുകാട് ദ്വീപ സമൂഹങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഫണ്ടിൽ നിന്ന്. ഇപ്പോൾ ഈ ഉറപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ഉറപ്പുകൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളവരാകാം ഈ നാട്ടുകാർ. പ്രത്യേകിച്ച് ഇത്തരത്തിലേക്കുള്ള രൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് മാധ്യമങ്ങൾ അത് വാർത്തയാക്കും. ആ സമയം ജനപ്രതിനിധികൾ അങ്ങോട്ടേക്ക് എത്തും, ഉറപ്പുകൾ നൽകും. ഇതിങ്ങനെ തുടർച്ചയായി കേട്ട് ഇവർ അക്കാര്യത്തിലുള്ള ഇവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ ഇനി കേൾക്കുന്ന ഉറപ്പുകൾ അവരെത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നു എന്നതാണ്. നിങ്ങൾ ഈ നാട്ടിൽ ഒരുപാട് ഉറപ്പുകൾ കേട്ടിട്ടുണ്ട്, അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഉറപ്പൊക്കെ കേട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഉറപ്പില്ലാതായി സാറേ. ഇനി മുട്ടാത്ത വാതിലില്ല സാറേ. ഞങ്ങൾ പോകാത്ത ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരില്ല. സർക്കാരിന്റെ മന്ത്രിമാരടക്കമുള്ളവരെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധികൾ രാവും പകലും ഇല്ലാതെ ഓരോ സ്ഥലത്തേക്ക് ഓടി. ഇന്നും ഞങ്ങൾ കളക്ടറോട് ചോദിച്ചത്, ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാണ്, ഞങ്ങൾ ആരെടുത്ത് ചെല്ലണമെന്ന് കളക്ടർ ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞങ്ങൾക്കിനി പോകാനായിട്ട് വാതിലില്ല, മുട്ടാനായിട്ട് വാതിലുകളില്ല. ഈ മത്സ്യത്തൊഴിലാളി മക്കളായിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ തീരപ്രദേശത്ത് എറണാകുളം ജില്ലയിൽ ചെല്ലാനം കഴിഞ്ഞ് ഈ വൈപ്പിൻകരയിൽ എടവനക്കാടാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായുള്ളത്. പക്ഷെ ചെല്ലാനത്ത് ടെട്രാപ്പാഡ് കൊടുത്ത് ഇനി കണ്ണമാലി എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥലത്തും കൂടി ടെട്രാപ്പാഡ് വിരിച്ചാൽ മതി. എന്തുകൊണ്ട് ഇവിടെ അതിന്റെ കൂടെയുള്ള ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് ഈ 2004 സുനാമിക്ക് ശേഷം 20 കൊല്ലമായിട്ട് പ്രയോറിറ്റിയുടെ കാര്യമാണ് ഇപ്പോഴും ഞങ്ങളോട് ജില്ലാ കളക്ടർ പറഞ്ഞത്. ആർക്ക് കൊടുക്കണം, ഏത് ജില്ലയിൽ കൊടുക്കണമെന്ന് ആലോചിച്ചിട്ടില്ലെന്ന്. എന്ത് ഈ 20 കൊല്ലം വരെ കാത്തിരിക്കുന്ന ഞങ്ങൾ ഇത് കാത്തിരുന്ന് മരണപ്പെട്ടുപോയ ഇവിടുത്തെ ഗൃഹനാഥന്മാരെ, അമ്മച്ചിമാരെ, സഹോദരിമാരെ ആരോക്കും സാറേ? ഈ കടൽ കയറി വന്നിരുന്ന ഈ ഭാഗങ്ങളെല്ലാം ഞങ്ങളുടെ തീരം പോയി, ഞങ്ങളുടെ പ്രദേശത്തുള്ള വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്ത. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സാറിന് ഈ മുട്ടുകാലിന് മുകളിൽ വെള്ളത്തിൽ നീന്തി പോകേണ്ട ഗതികേടാണ്. ആ ഗതികേടിലേക്ക് ഈ വാഗ്ദാനങ്ങൾ ഇങ്ങനെ കോരി ചൊരിഞ്ഞു കൊടുക്കുകയാണ്. സാറ് ചോദിച്ചത് ശരിയാണ്. കേട്ട് ഞങ്ങളുടെ തഴമ്പിച്ച് ഞങ്ങളുടെ ചെവി. ഇനി ഞങ്ങൾക്ക് ഇതിനോട് പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴാണ് 20 കൊല്ലത്തിനിടക്ക് ആദ്യമായിട്ടാണ് സാറേ ഈ പ്രദേശത്തിന്റെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ഈ ബസ് പണിമുടക്കൊക്കെ ആയിട്ട് നടത്തിയത്. ഈ ബസ്സുകളെ തടയുക, അല്ലെങ്കിൽ റോഡ് ഉപരോധം ഏർപ്പെടുത്തുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ. കാരണം എന്താണ്, ഈ വൈപ്പിൻകരയിൽ ആകെ ഒരു റോഡേ ഉള്ളത്. ഈ പറയുന്ന സംസ്ഥാന പാതയിലൂടെ തന്നെ പോകണം. അതും ഞങ്ങളുടെ ഗതികേടാണ്. പകരം ഒരു തീരദേശ റോഡ് തരാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. അത് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കട്ടെ, സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കട്ടെ, പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയാണ്. ഞങ്ങൾ ആരോട് ചെന്ന് പറയണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങളുടെ മക്കള് ഇനി പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ വലുതായി വരുമ്പോൾ എന്ത് കാലഘട്ടത്തിൽ എവിടെ ജീവിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അനുജ, അവരുടെ വാക്കുകളാണ്. അതായത് കേട്ട് മടുത്തു. കാരണം തീരത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറപ്പുകളുമായിട്ട് ആളുകൾ വരും, പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. ഗതികേടിന്റെ അവസാനമാണ് ഈ നാടൊന്നാകെ ഇറങ്ങിയത്. ഇനിയും ഇവരെയൊക്കെ വിശ്വസിക്കാനാകുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പ്രവൃത്തികളിലൂടെ തന്നെയാണ്. അതിന് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാർ ചോദിക്കുന്നത്. ഇപ്പോൾ ജനപ്രതിനിധി ശ്രീ കെ ഉണ്ണികൃഷ്ണൻ നമ്മളോട് ന്യൂസ് ഈവനിങ്ങിലൂടെ നൽകിയ ഉറപ്പ്, ഇതിൽ പരിഹാരമുണ്ടാകും, അടിയന്തരമായി തന്നെ ശാശ്വത പരിഹാരത്തിലേക്ക് കടക്കും എന്നുള്ളതാണ്. അതിൽ IIT റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആ തരത്തിലേക്കാകും അതിന്റെ പരിഹാരം നടപ്പിലാക്കുക എന്ന് പറയുന്നു. തിങ്കളാഴ്ച ഫിഷറീസ് മന്ത്രിയുമായി കൂടിക്കാഴ്ചയുണ്ട്. സമരസമിതി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. കൂടാതെ കളക്ടറുടെ നേതൃത്വത്തിലും ചർച്ചയുണ്ടാകും. ആ ചർച്ചയിൽ ഇവർക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത് ശാശ്വത പരിഹാരത്തിലേക്ക് പോകുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകും ഇവരുടെ ദുരിതത്തിന്
അടിയന്തരമായി പരിഹാരമുണ്ടാകും, അതിലേക്ക് കടക്കും സർക്കാർ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രദേശവാസികളൊപ്പം ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. ഇന്നത്തെ മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി. ഡൽഹിയിൽ ശക്തമായ മഴയിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ ഒരാൾ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. സംഭവം ഗൗരവത്തോടെ കാണുന്നുവെന്നും മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. ടെർമിനൽ 1 നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തി. ഡൽഹിയിൽ ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തത്സമയ വിവരങ്ങളുമായി. ആദ്യം നമ്മൾ പോകുന്ന വിനീത വിജയിലേക്കാണ്. വിനീത, ഈ വിമാനത്തിന്റെ മേൽക്കൂര തകർന്നു വീണ ഒരാൾ മരിച്ചു എന്നൊക്കെയുള്ള നമ്മൾ ഇതിനു മുൻപൊന്നും കേൾക്കാത്ത തരത്തിലുള്ള വാർത്തയാണ്. ഇതിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ എന്തെങ്കിലും വിശദീകരണമുണ്ടോ? നിലവിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടോ? ഒരു അവസ്ഥ എന്താണ് നിലവിൽ? വിനീതയിലേക്ക് എത്താം. മഴയുടെ വിവരങ്ങൾ എന്താണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി കൂടിയുണ്ട്. ബൽറാം, അതിതീവ്ര മഴ അത് ഇന്നലെ മുതൽ തുടരുന്നതാണ്. നിലവിൽ മഴയ്ക്ക് ഒരല്പമെങ്കിലും ശമനമുണ്ടോ? വലിയ ഗതാഗത കുരുക്ക്, വെള്ളക്കെട്ടൊക്കെ പലയിടങ്ങളിലും രൂക്ഷമായുണ്ടല്ലോ. അനുജ, മഴ ഇപ്പോൾ ശമിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ മഴ ശമിച്ചു. എന്നാൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ, ഇന്ന് രാവിലെ 8:30 വരെയുള്ള 24 മണിക്കൂറിനിടെ ഡൽഹിയിൽ കഴിഞ്ഞ 88 വർഷത്തിലെ ഏറ്റവും ഉയർന്ന തോതിലുള്ള മഴയാണ് ഉണ്ടായത്. 228.1 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ഗതാഗത തടസ്സങ്ങൾക്കും ദുരിതത്തിനും കാരണമായി മാറിയതും. ഈ മഴയെ തുടർന്ന് നിരവധി ഇടങ്ങൾ, ഡൽഹിയിലെ പ്രധാന പ്രദേശങ്ങൾ, അതായത് പാർലമെന്റ് പരിസരത്തുള്ള VIP-കൾ താമസിക്കുന്ന മേഖലകൾ അടക്കമുള്ള ഇടങ്ങളിൽ പോലും വലിയ ഗതാഗത തടസ്സം, ഒപ്പം തന്നെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി. നിരവധി MP-മാരുടെയും ഡൽഹി മന്ത്രി അതിഷിയുടെയും വീട്ടിൽ വെള്ളം കയറുന്ന സാഹചര്യം ഈ മഴയെ തുടർന്ന് ഉണ്ടായി. ഒപ്പം തന്നെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് ഡൽഹിക്ക് പുറത്തേക്കും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇടങ്ങളിലും ഉണ്ടായി. ഈ മേൽപ്പാലങ്ങൾക്ക് അടിയിലും അതോടൊപ്പം തന്നെ നടപ്പാതകൾ, റോഡിന് താഴെയൂടെ നിർമ്മിച്ച ഈ നടപ്പാതകളിലും മറ്റും വെള്ളം നിറയുന്ന സാഹചര്യമുണ്ടായി. ജനജീവിതം അതിരൂക്ഷമായി ബാധിച്ച ഒരു മഴയാണ് ഡൽഹിയിൽ കഴിഞ്ഞ 24 മണിക്കൂറായി തുടർന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഈ വീടുകളിലും മറ്റും വെള്ളം കയറിയും തെരുവുകളിൽ കഴിയുന്ന ആളുകളിലും മറ്റും വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിച്ചു. ഒപ്പമാണ് ഈ യാത്രാ ദുരിതം. ട്രെയിൻ ഗതാഗതത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറുകയും സഫ്ദർജംഗ്, ഒപ്പം തന്നെ ഡൽഹിയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നായ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നിവിടങ്ങളിലെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവും ഈ മഴയെ തുടർന്ന് ഉണ്ടായി. ഒപ്പം തന്നെ സമീപ സംസ്ഥാനങ്ങളിലും ഈ മഴ രൂക്ഷമാണ് എന്നുള്ളതാണ്. ജമ്മു കശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി, ഇന്നലെയും ഇന്നുമായി ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ഹിമാചൽ പ്രദേശിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. സമാനമായി അസമിലും ബീഹാറിലും ഉത്തർപ്രദേശിലും മഴ ദുരിതം വിതച്ചിട്ടുണ്ട്. നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട് ബീഹാറിൽ. രാജസ്ഥാനിലേക്ക് കാലവർഷം എത്തിയിരിക്കുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അനുജ, ഡൽഹിയിൽ അതിതീവ്ര മഴ ഇന്നലെ മുതൽ ആരംഭിച്ച മഴയാണ്. കഴിഞ്ഞ 88 വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ മഴ. അതിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കും വെള്ളക്കെട്ടും എല്ലാം തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ മാത്രമല്ല, ജമ്മു കശ്മീരിലും ഉത്തർപ്രദേശിലും അസം, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമൊക്കെ ശക്തമായ മഴയുണ്ട്. രാജസ്ഥാനിലേക്കും കാലവർഷം എത്തി എന്നുള്ളതാണ്. ഒരല്പം നേരത്തെയാണ് ഡൽഹിയിലൊക്കെ കാലവർഷം എത്തിയിട്ടുള്ളത് എന്നതാണ്. ഇപ്പോൾ ശക്തമായ മഴയിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിച്ചുവെന്ന വാർത്തയും ഇന്ന് വന്നു. 6 പേർക്ക് ഈ സംഭവത്തിൽ പരുക്കേറ്റു. ഗൗരവത്തോടെ കാണുന്നുണ്ട് ഈ സംഭവത്തെ എന്നതാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രിയുടെ പ്രതികരണം. മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും റാം മോഹൻ നായിഡു അറിയിച്ചു. അതോടൊപ്പം തന്നെ ടെർമിനൽ 1 നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾക്ക് ബദൽ സംവിധാനവും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീത വിജി കൂടി തത്സമയമുണ്ട്. വിനീത, ഇപ്പോൾ ഈ മേൽക്കൂര തകർന്നു വീണ ഒരാളുടെ മരണം എയർപോർട്ടിൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിനു മുൻപൊന്നും കേൾക്കാത്ത തരത്തിലുള്ള വാർത്തയാണ്. ഇതിൽ ഏവിയേഷൻ മന്ത്രാലയം പ്രത്യേകമായി വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ? നിലവിലെ സാഹചര്യം എന്താണ്?
അനുജ, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ടെർമിനൽ 1-ന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. അവിടെ പാർക്കിംഗ് ഏരിയയിലൊക്കെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. ഇതിന് മുകളിലേക്കാണ് ഈ കെട്ടിടത്തിന്റെ ഈ മേൽക്കൂരയുടെ അവശിഷ്ടങ്ങൾ, ബീമുകളും മറ്റും നിലം പതിച്ചത്. ഇതോടുകൂടിയാണ് വലിയൊരു അപകടത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയത്. 6 പേർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മന്ത്രി രാംമോഹൻ നായിഡു നേരിട്ട് തന്നെ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം വിമാനത്താവളത്തിലും എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. അതായത് ഒരാളാണ് ഈ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 20 ലക്ഷം രൂപ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 6 പേർക്ക് അവർക്ക് ചികിത്സാ സംവിധാനങ്ങൾ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരുക്കുമെന്നും 3 ലക്ഷം രൂപ വീതം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം കൂടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം എന്ന തരത്തിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് ഇങ്ങനെ മേൽക്കൂര നിലംപതിക്കാൻ കാരണമെന്ന് പറയുമ്പോഴും ഇതിലേതെങ്കിലും തരത്തിൽ അനാസ്ഥ ഉണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വ്യോമയാന മന്ത്രാലയവും ഒപ്പം തന്നെ എയർപോർട്ട് അധികൃതരും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ കൂടി നടത്തും. അതേസമയം ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരല്പം രാഷ്ട്രീയ വിവാദം കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇത്തരത്തിലേക്കുള്ള ചില വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വിമാനത്താവളത്തിന്റെ ഈ മേൽക്കൂര അത് തകർന്നു വീഴുന്നതിന് പിന്നിൽ മോദി സർക്കാരിന്റെ അനാസ്ഥയും അഴിമതിയുമാണെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. ഇതിൽ മന്ത്രി രാംമോഹൻ നായിഡു തന്നെ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടത്തിലല്ല ഈ മേൽക്കൂര തകർന്നു വീണതെന്നും 2009 തുറന്നു നൽകിയ കെട്ടിടത്തിന്റെ ഈ ടെർമിനലിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണതെന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ടെർമിനൽ 1-ലേക്കുള്ള സർവീസുകൾ, ഇന്നത്തേക്കുള്ള സർവീസുകൾ ടെർമിനൽ 2-ലേക്കും 3-ലേക്കും മാറ്റിക്കൊണ്ട് ഒരു ബദൽ സംവിധാനം കൂടി ഈ ഘട്ടത്തിൽ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. മൺസൂണിന് ശേഷമുള്ള ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു. കർണാടക, ഗോവ, മഹാരാഷ്ട്ര തീരങ്ങളിൽ കാലവർഷക്കാറ്റ് സജീവമാണ്. കേരള തീരത്ത് കാറ്റ് ദുർബലമായി. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, നിലവിൽ സംസ്ഥാനത്ത് മഴ ദുർബലമായിട്ടുണ്ട് എന്നതാണ്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. പക്ഷെ മലയോര മേഖലകളിൽ മഴ കനക്കും, അതിനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് സൂചനകളുണ്ടോ? കാലാവസ്ഥയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ, മുന്നറിയിപ്പ് എന്താണ്? അനുജ, കാലവർഷ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്വാധീനം സംസ്ഥാനത്ത് അത്ര കണ്ടുണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗുജറാത്തിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. കർണാടക, ഗോവ, മഹാരാഷ്ട്ര തീരങ്ങളിൽ കാലവർഷക്കാറ്റ് ശക്തവുമാണ്. ആ കാലവർഷം, അതായത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റായിരുന്നു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ കാര്യമായി മഴ ലഭിക്കാൻ സാധ്യമായത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് കേരളത്തിന് അനുകൂലമായി ശക്തിയാർജിച്ചതാണ്. അതിപ്പോൾ കർണാടക, ഗോവ, മഹാരാഷ്ട്ര തീരങ്ങളിൽ ശക്തമായിരിക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് മഴ ദുർബലമാകുന്നു എന്നുള്ളതാണ്. മഴയുടെ തീവ്രത കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്ന അത്ര തീവ്രത മഴയ്ക്ക് അടുത്ത ദിവസങ്ങൾ ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് മലയോര മേഖലയിൽ ഒരുപക്ഷെ ശക്തമായ മഴയ്ക്കു സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രവചനം. നാളത്തേക്ക് ശേഷം മഴയുടെ തീവ്രത കുറഞ്ഞേക്കാം, മലയോര മേഖലയിലടക്കം മഴയുടെ തീവ്രത കുറഞ്ഞേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടലേറ്റത്തിനും സാധ്യതയുള്ളതായ പൊതുവായ ജാഗ്രതാ മുന്നറിയിപ്പ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതേസമയത്ത് കേരള തീരത്ത് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മേഖലയിൽ കടലേറ്റത്തിനും അതുപോലെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. 3 മീറ്റർ മുതൽ 3.3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരമേഖലയിൽ സാധ്യതയുള്ളത്. പൊതുവായി കേരളത്തിലെ മറ്റു തീരമേഖലയിലും സമാനമായി തന്നെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. അനുജ, സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. ഈ പാർലമെന്റിൽ ഇന്ന് എന്തുണ്ടായി എന്നതിലേക്ക്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റ് സ്തംഭിച്ചു. ചോദ്യപേപ്പർ ചർച്ചയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി.
ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ കെ, ഇന്ന് വലിയ പ്രതിഷേധം പാർലമെന്റിൽ കണ്ടു, പ്രതിപക്ഷ ബഹളം കണ്ടു. അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ചർച്ചയ്ക്കൊരുക്കമാണ് എന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തന്നെയാണല്ലോ? മറ്റൊരു പോംവഴിയുമില്ലാത്ത ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉള്ളത്. സർക്കാർ അധികാരത്തിലേറ്റ് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിൽ ഒരു അനുകൂല ഘടകം ഒരു ഇടത്തു നിന്നും ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വിഷയത്തിൽ ഏറ്റവും രമ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർഗം. ഇതിനു വേണ്ടിയിട്ടാണ് ചർച്ചയുടെ വാതിലുകൾ സർക്കാർ തുറന്നിടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കുകയും ചെയ്തു. സർക്കാർ ചർച്ചയോട് മുഖം തിരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചത്. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ന് രാവിലെ മുതൽ തന്നെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കോൺഗ്രസ് നൽകിയിരുന്നു. ഈ അടിയന്തര പ്രമേയ നോട്ടീസുകൾ എന്നാൽ അവതരണാനുമതി ലഭിച്ചില്ല. ഇതേ തുടർന്നായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. രണ്ട് സഭകളുടെയും പ്രവർത്തനത്തെ ഇത് സ്തംഭിപ്പിക്കുന്ന വിധത്തിലേക്കാണ് എത്തിയത്. ലോക്സഭ ഇന്നത്തേക്ക് സമ്മേളനം പിരിഞ്ഞിരിക്കുകയാണ്. അനുജ, ശരി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു. ഇന്ന് ഈ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി. ഇന്നത്തേക്ക് സഭ പിരിയുകയും ചെയ്തു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടൽ. പരാമർശം ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ MLA KK ലതികയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി MP രാജേഷ് രംഗത്തെത്തി. കേസ് അന്വേഷണം തുടരുകയാണെന്നും ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ നടപടി തുടങ്ങിയെന്നും മാത്യു കുഴൽനാടൻ MLAയുടെ ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞു. MG പ്രതീഷാണ് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ വിഷയത്തിൽ ആരാണ് പ്രതി, യഥാർത്ഥ പ്രതി ആരാണ്, FIR ഉണ്ടോ, KK ലതികയ്ക്കെതിരെ എന്ത് നടപടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഇന്ന് മന്ത്രി MP രാജേഷിന് നൽകാൻ കഴിഞ്ഞോ മുഖ്യമന്ത്രിക്ക് വേണ്ടി? അനുജ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ഏറെ കോളിളക്കം ഉണ്ടാക്കിയതാണ് കാഫിർ വിവാദം. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നിയമസഭയിലും വീണ്ടും അത് കൂടുതൽ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഇന്ന് മാത്യു കുഴൽനാടൻ MLA ആണ് ചോദ്യോത്തര വേളയിൽ കാഫിർ വിവാദം വീണ്ടും ഉയർത്തിക്കാട്ടിയത്. ഇതിൽ കേസെടുത്തിട്ടുണ്ടോ, ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുണ്ടോ, എന്ത് തുടർ നടപടി സർക്കാർ സ്വീകരിച്ചു എന്നതാണ് മാത്യു കുഴൽനാടൻ MLA ചോദ്യോത്തര വേളയിൽ ഉന്നയിച്ച കാര്യം. പക്ഷേ ഒരു കൃത്യമായ മറുപടി നൽകാതെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച MP രാജേഷ് ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയ കാര്യം. ഇതിൽ പറയുന്ന കാര്യം, ഈ KK ലതിക MLA വർഗീയതയ്ക്കെതിരായുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അതിൽ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒന്നുമില്ല എന്നതായിരുന്നു MP രാജേഷിന്റെ മറുപടി. KK ലതിക ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് നിയമസഭയിൽ വായിച്ചുകൊണ്ടായിരുന്നു MP രാജേഷ് ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞത്. ഇതിൽ ആർക്കെതിരെയെങ്കിലും കേസെടുത്തിട്ടുണ്ടോ, ഇതിൽ ഈ പോസ്റ്റ് ചെയ്ത അഡ്മിനെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതിന് മറുപടിയായി പറഞ്ഞത്, ഇതിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്, ആ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാകൂ എന്നതായിരുന്നു MP രാജേഷ് നൽകിയ മറുപടി. മാത്രമല്ല, ഈ ചോദ്യോത്തര വേളയിൽ ഈ വി ജോയി MLA മറ്റ് ചില വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. തുടർന്നാണ് വലിയ തരത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോര് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ ID കാർഡ് വിവാദമായിരുന്നു പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ഉയർത്തിക്കാട്ടിയത്. ഇതോടുകൂടിയാണ് നിയമസഭയിൽ വലിയ വാക്പോരുകൾ ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയിൽ നടന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക്. CPIM കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മനു തോമസിന് പോലീസ് സംരക്ഷണം. വീടിനും മനുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകും. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയാണ് ആലക്കോട് പോലീസിന് നിർദ്ദേശം നൽകിയത്. മനു തോമസിനെതിരെ P ജയരാജന്റെ മകൻ ജെയിൻ രാജ് വക്കീൽ നോട്ടീസ് അയച്ചു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, പ്രധാനമായും രണ്ട് കാര്യങ്ങൾ, പോലീസ് സംരക്ഷണം, ഒപ്പം തന്നെ നിയമ നടപടിയിലേക്ക് P ജയരാജന്റെ മകൻ കടന്നിരിക്കുന്നു എന്നത്. ഇതിൽ ഭീഷണിയൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ മനു തോമസിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതിന് മനു തോമസ് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകുകയും ചെയ്തു. ഇപ്പോൾ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?
അനുജ, ഈ സമൂഹ മാധ്യമങ്ങൾ വഴി മനു തോമസിനെതിരെ നിരവധി ഭീഷണികൾ വന്നിരുന്നു. ഭീഷണിയുണ്ട്, വധഭീഷണിയുണ്ട്, ജീവന് ഭീഷണിയുണ്ട് എന്ന കാര്യം മനു തോമസ് തന്നെ തുറന്നു പറയുകയും ചെയ്തു. അദ്ദേഹം പാർട്ടി വിട്ടതിന് പിന്നാലെ വെളിപ്പെടുത്തൽ നടത്തിയത് പി ജയരാജനിലേക്ക് കൂടി എത്തി. പി ജയരാജനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് ഈ ഭീഷണിയൊക്കെ വന്നത്. പിന്നാലെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംരക്ഷണം നൽകാനുള്ള ഒരു തീരുമാനം, നിർദ്ദേശമായി റൂറൽ പോലീസ് മേധാവിയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. മനുവിൻ്റെ വീടിനും സ്ഥാപനങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പി ജയരാജനും മകൻ ജെയിൻ രാജിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ മനു തോമസ് ഉന്നയിച്ചിരുന്നു. അതായത് ഈ സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ ബന്ധങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് ജെയിൻ രാജ് എന്നർത്ഥം വരുന്ന പരാമർശങ്ങളാണ് മനു തോമസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇക്കാര്യത്തിലാണ് നിലവിൽ ജെയിൻ രാജ് മനു തോമസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് തന്നെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ആസൂത്രിതമായി വ്യക്തിഹത്യ ചെയ്യുകയാണ്. വിഷയത്തിൽ ഖേദപ്രകടനം നടത്തണം, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നും ആവശ്യപ്പെട്ടാണ് അഭിഭാഷകൻ മുഖേന നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ വിവാദമായി തുടരുന്നു. അതിനിടെ നിയമ നടപടി അടക്കം വലിയ വിവാദമായും ചർച്ചകളായും കൊഴുക്കുകയാണ് ഓരോ ദിനവും. അനുജ, സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇരുമൂളിപ്പറമ്പ് സ്വദേശിയായ 12-കാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പൊതുകുളത്തിൽ കുളിച്ചത് രോഗബാധയ്ക്ക് കാരണമായി എന്നാണ് സൂചന. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ബേബി മെമ്മോറിയൽ ചികിത്സയിലായിരുന്നു ഈ കുട്ടി. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ മറ്റൊരു കുട്ടി ബേബി മെമ്മോറിയൽ ചികിത്സയിലുണ്ടായിരുന്ന ആ കുട്ടിയും ഇതേ രോഗബാധയെ തുടർന്ന് മരണമടഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഒരു ആശങ്കയുടെ സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? അനുജ, നിലവിൽ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ സ്വദേശിയായ ഒരു കുട്ടി കഴിഞ്ഞ 12-ന് മരിച്ചിരുന്നു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ കുട്ടി. പിന്നീടാണ് ഈ കുട്ടിക്കും അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത്. നിലവിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുട്ടി ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിലേക്ക് എത്തുന്നത്. വിദഗ്ധ ചികിത്സ അപ്പോൾ തന്നെ ഉറപ്പാക്കിയിരുന്നു. ഒപ്പം തന്നെ പുതുച്ചേരിയിലെ ലാബിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. ഈ സ്രവത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. ഇതോടെയാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. നാട്ടിലെ പൊതുകുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു. ഒരുപക്ഷെ ഇവിടെ നിന്നാകാം ഈ അമീബ കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള ഒരു നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും ഈ വിദഗ്ധരൊക്കെ തന്നെ ഈ കുളം ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. കൂടാതെ കുളത്തിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി വിലക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുളത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഈ സമയങ്ങളിൽ കുളിച്ചവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മസ്തിഷ്ക ജ്വരം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 1 മാസത്തിന് മുൻപാണ് മലപ്പുറം സ്വദേശിയായ കുട്ടിയും സമാനമായ രീതിയിലുള്ള രോഗബാധയെ തുടർന്ന് മരിക്കുന്നത്. ഒപ്പം ഈ കണ്ണൂർ സ്വദേശിയായ പെൺകുട്ടിക്കും ഈ രോഗബാധ മരണശേഷം സ്ഥിരീകരിച്ചു. അങ്ങനെ നിലവിൽ ഒരു ചെറിയൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. കുട്ടികളിലാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത്. മൂക്കിൽ കൂടി അമീബ മസ്തിഷ്കത്തിലേക്ക് കയറുകയും പിന്നീട് ഈ വളരെ വലിയ രീതിയിലുള്ളൊരു പനി, ഛർദിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നീട് മരണമടയുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. നിലവിൽ മരുന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു മെഡിസിൻ ഇതിന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കുളവുമായി ബന്ധപ്പെട്ട് അവിടെ കുളിച്ചവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവിടേക്കുള്ള പ്രവേശനം നിലവിൽ നിരോധിച്ചിട്ടുമുണ്ട്. ഏതായാലും കുട്ടിയും ഒപ്പം തന്നെ കുട്ടിയുടെ നിലയും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അനുജ, കോഴിക്കോട്ട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇരുമൂളിപ്പറമ്പ് സ്വദേശിയായ 12-കാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരണമടഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അഭിജിത്ത് നൽകിയ വിവരം. ഡൽഹി വസന്ത് വിഹാറിൽ നിർമ്മാണത്തിൽ നിന്ന് കെട്ടിടം തകർന്ന് 3 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. അപകടം നടന്ന് 11 മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷാദൌത്യത്തിൽ പുരോഗതിയില്ല. വെള്ളം ഒഴുക്കിക്കൊണ്ടുവിടാൻ വന്ന മോട്ടോറുകൾ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഒരു വലിയ പാളിച്ചയുണ്ടാകുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ എന്നുള്ളതാണോ? ഇപ്പോൾ മണിക്കൂറുകളായി ഇത് കുടുങ്ങിക്കിടക്കുന്നു. ഈ രക്ഷാപ്രവർത്തനം ഈ തരത്തിലേക്കാണെങ്കിൽ എന്താണ് അതിന്റെ പുരോഗതി? ലഭിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു മരം അത്
ഡൽഹി വസന്ത് വിഹാറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു. അതിൽ 3 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. മണിക്കൂറുകളായി തൊഴിലാളികൾ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്നാൽ രക്ഷാദൗത്യം 11 മണിക്കൂറായി തുടരുന്നുണ്ട്. അതിൽ പുരോഗതിയില്ല, ചില പാളിച്ചകളൊക്കെ കണ്ടെത്തുന്നുണ്ട് എന്നതാണ്. അച്യുതൻ, തുടരാം. അനുജ, അത് തന്നെയാണ്. ആ 3 തൊഴിലാളികൾ താമസിച്ചിരുന്ന ആ കുടിൽ അത് പൂർണ്ണമായും ഈ 12 അടിയോളം വരുന്ന ഈ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അവശിഷ്ടങ്ങളടക്കം കുറേ അധികം കുടിലിൻ്റെ അവശിഷ്ടങ്ങൾ രക്ഷാപ്രവർത്തന സംഘം മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആ മരത്തിൻ്റെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഇപ്പോൾ രക്ഷാപ്രവർത്തനവും ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 11 മണിക്കൂർ പിന്നിടുമ്പോഴും കാര്യമായ പുരോഗതി രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ ഈ ഉള്ളിലെ ജലം ഒഴുക്കി മാറ്റാൻ കൊണ്ടുവന്ന 2 മോട്ടോറുകളും പ്രവർത്തിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നിലവിൽ മറ്റൊരു മോട്ടോർ ഉപയോഗിച്ച ഈ വെള്ളം ഇപ്പോൾ മാറ്റുന്നുണ്ട്. അതിനുശേഷം ഈ അവശിഷ്ടങ്ങൾ മാറ്റി പുറത്തെടുക്കുവാനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഇവിടെ അഗ്നിരക്ഷാ സേനയുണ്ട്, അതുപോലെ തന്നെ NDRF സംഘവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കുടിലിന്റെ അവശിഷ്ടങ്ങളും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഡൽഹിയിൽ വസന്ത് വിഹാറിൽ കെട്ടിടം തകർന്ന 3 തൊഴിലാളികൾ 11 മണിക്കൂറിലേറെയായി കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ കിട്ടിയതുമായി TK റിജിത്തും സോന ജെറിയും. നമസ്കാരം.